അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ജയ ജയ ജയഹേലെ കഥാപാത്രമാണ്. അപ്പോൾ ആ സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റായ സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമ കണ്ട ആരും മറക്കില്ല, അല്ലെങ്കിൽ ആ ഒരു സിനിമയിലൂടെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് കൂടുതലും. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടതും അതിൻ്റെ ഒരു അനുഭവങ്ങളെന്ന് പറയും? ആ ഒരു സിനിമയിൽ അതിനു മുമ്പ് അന്താക്ഷരി എന്നൊരു ചലച്ചിത്രം അതേ സംവിധായകൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വഴി അതിനകത്ത് ഒരു വേഷം ചെയ്യാൻ പറ്റി. അപ്പോൾ അന്നേ പറഞ്ഞിരുന്നു, അപ്പം അടുത്തൊരു പടം വരുന്നുണ്ട്, വിശേഷനൊരു നല്ലൊരു വേഷം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബന്ധത്തിലാണ് ജയ ജയ ജയഹേല്. പക്ഷെ അത് പ്രതീക്ഷിച്ചിരുന്നു അത് ഇതുപോലൊരു വിജയമോ അല്ലെങ്കിൽ? ഒരിക്കലും പക്ഷേ അത് ഞാൻ ഒരിക്കലും നായികയുടെ അച്ഛനാണെന്നുള്ള പ്രതീക്ഷയിലല്ല അഭിനയിക്കാൻ അവിടെ ചെന്നത്. ഒരു കഥാപാത്രം കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത്രാം തീയതി എത്താൻ പറഞ്ഞ് ഞാൻ അവിടെ എത്തി. ഷൂട്ടിൻ്റെ തലേദിവസമാണ് അറിഞ്ഞത് അത് നായികയുടെ അച്ഛൻകാരുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഞാൻ തന്നെയാണോ സത്യം, എങ്ങനെ ഒരു വേഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല ഞാൻ ചെന്നത്. അങ്ങനെയാണ് അതിലേക്ക് വന്നത്. ഓർമ്മയുണ്ടോ അന്നത്തെ അതിൻ്റെ ഒരു സീൻസ്? കാരണം ഇവരെല്ലാവരും ബേസിലായാലും ദർശനയിലും ഒക്കെ അറിയപ്പെടുന്ന താരങ്ങളുണ്ട്, നിങ്ങളെപ്പോലെ പുതിയതായിട്ട് വരുന്ന താരങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സീൻസും കാര്യങ്ങളൊക്കെ ലൊക്കേഷൻ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ലൊക്കേഷൻ അതിനകത്ത് ഒരിക്കലും ഷൂട്ടിംഗ് സെറ്റാണ് തോന്നിയിട്ടില്ല. ഞങ്ങളൊരു വീട് പോലെ. കാരണം അന്ന് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചതും ഇത് നാടകരംഗത്ത് നിന്നൊരു ചേച്ചിയാണ്. ആ ബേസിലിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചതും ഞങ്ങളോട് ഒപ്പം നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള ചേച്ചി. അപ്പോൾ അതുകൊണ്ട് എല്ലാം നമ്മുടെ അറിയാവുന്ന ആൾക്കാരായിരുന്നു കൂടുതലും. പിന്നെ അത് മാത്രമല്ല ഈ വിപിൻ ദാസിൻ്റെ ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഷൂട്ടിംഗ് സെറ്റ് തന്നെ ആക്ഷൻ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അല്ല, അത് വിപിൻ ഈ അടുത്ത് ഗുരുവായൂരമ്പൽ നടയിലെ ഒരു പ്രൊമോഷൻ സമയത്ത് പറഞ്ഞു, ഞാൻ ആക്ഷൻ കട്ടും പറയാറില്ല എന്നാണ് പറഞ്ഞിട്ടില്ല. അതാണ് ഞങ്ങൾ കേട്ടിട്ടുള്ള. ഇങ്ങനെ ഞങ്ങൾ സ്ക്രിപ്റ്റ് തരിക, നമ്മൾ സംസാരിച്ചു തുടങ്ങുക, എപ്പോഴോ ഷൂട്ട് ചെയ്യുന്നു, പിന്നെ അത് കഴിയുന്നു. അങ്ങനെയായിരുന്നു ആ പടം പോയത്. ഗുരുവായൂരമ്പൽ നടയിലും എനിക്ക് എത്താൻ പറ്റാത്തൊരു അഭിനയിക്കാൻ ചെന്നെത്താൻ പറ്റില്ല. അന്ന് വേറൊരു പടത്തിൻ്റെ ഇതായിപ്പോയതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു വിഷമം കൂടെ ഉണ്ടായിരുന്നു ഇതിനിടയിൽ. കണ്ടിരുന്നോ ഗുരുവായൂരമ്പൽ നടയിൽ? തീർച്ചയായിട്ടും കണ്ടു. പിന്നെ റിലീസിൻ്റെ അന്ന് തന്നെ പോയി കണ്ട പടം തന്നെയാണ്. ഞങ്ങളെല്ലാവരും 2 പ്രാവശ്യം കണ്ട പടം, ഫാമിലിയായിട്ട് പോയി കണ്ടു. രണ്ടാമത് ഇപ്പോൾ വിജയകൃഷ്ണൻ സാറിൻ്റെ കൂടെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്താക്ഷരിയിലാണ് വരുന്നത്. അപ്പോൾ അന്താക്ഷരി ശരിക്കും തിയേറ്റർ റിലീസ് അല്ലായിരുന്നു, OTT ആയിരുന്നു റിലീസ്. തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന ചേട്ടൻ ആദ്യത്തെ സിനിമ ശരിക്കും പറഞ്ഞ ത്രൂ ഔട്ട് റോള് ജയ ജയ. അപ്പോൾ ആ സിനിമ ഈ പറഞ്ഞ പോലെ അഭിനയിക്കുന്ന സമയത്തും ഇത്ര വിജയമാവുമെന്ന് വിചാരിച്ചിട്ടില്ല? ഇല്ല, പ്രതീക്ഷിച്ചില്ല. അത് അപ്പോൾ തിയേറ്ററിൽ കാണാൻ പോയ അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ പോയി. ഫസ്റ്റ് ഡേ കാണാൻ പോയി ഞാൻ തിയേറ്ററിൽ ഞാൻ ഒന്നും കണ്ടില്ല, ആൾക്കാരെ നോക്കിയിരിക്കുകയാണ്. രണ്ടാമത്തെ ദിവസമാണ് ഞാൻ സിനിമ കണ്ടത്. അതുപോലെ തന്നെ ആ പടത്തിൽ വേറെ പ്രത്യേകത, ഞാൻ പറയുന്നതിൻ്റെ റിയാക്ഷൻ അത് കോമഡിയാണെന്നുള്ളത് സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഡയറക്ടർ ഭയങ്കര വിജയം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് ആണ് ആ സിനിമ. അത് ഒരു പുതിയ അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവരായിട്ടുള്ള എങ്ങനെയായിരുന്നു? ഇപ്പോൾ ബേസിലായാലും ഇവരൊക്കെ പുതിയ തലമുറയിൽപ്പെട്ട ബേസിൽ ദർശന ഇവരൊക്കെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് കഴിഞ്ഞപ്പോൾ ഗുരുവായൂരമ്പൽ നടയിൽ കാണുമ്പോഴും അതിൽ ബേസിലുണ്ട്. അത് അല്ല നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ പറഞ്ഞില്ല ഷൂട്ടിംഗ് സെറ്റായിട്ട് തോന്നിയില്ലെന്ന് പറയാൻ കാരണം, ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് പോലും അച്ഛ എന്നെ വിളിക്കാറുള്ളൂ, മറ്റേ അമ്മയെന്നെ വിളിക്കാറുള്ളൂ. അതുകൊണ്ട് ഞാനും വിചാരിക്കും നമ്മളിപ്പോൾ ഒരു വീട് പോലെ ആയിരുന്നു ആ ഷൂട്ടിംഗ്. വന്ന ദിവസം മുതൽ എല്ലാ ദിവസവും ഷൂട്ടില്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ഇല്ലാതെ നമ്മൾ മാറിയിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരുന്നു അച്ഛൻ ഭക്ഷണം കഴിച്ചു. അങ്ങനെ ബേസിലായിരുന്നു, ദർശനമായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു കൂട്ട.